ഹായ്, ഇന്നത്തെ ഫേഷ്യൽ നമുക്ക് ബീട്രൂട്ട് കൊണ്ടാണ്. ബീട്രൂട്ട് പ്യൂരിയും നമ്മുടെ കേർഡുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മുഖത്ത് ഒരു ക്ലെൻസറായിട്ട് ഉപയോഗിക്കാം. ഈ ക്ലെൻസിങ് നമ്മുടെ മുഖത്തെ അഴുക്കും പൊടിയും ടാനൊക്കെ റിമൂവ് ആകാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റോളം ഒരു മസാജ് കൊടുക്കാം. അത് മെയിനായിട്ട് ഞാൻ ചുണ്ടത്താണ് ചെയ്യുന്നത്, കാരണം എനിക്ക് ചുണ്ടിലാണ് നന്നായിട്ട് ടാനായിട്ടിരിക്കുന്നത്. അപ്പം നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നല്ലൊരു മസാജ് കൊടുത്ത് സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം. ഇപ്പോൾ ഫേസ് നല്ല ക്ലീനായി. നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് നമുക്ക് ബീട്രൂട്ട് പ്യൂരിയും റൈസ് പൗഡറും കൂടെ ഉപയോഗിച്ചുള്ള ഒരു സ്ക്രബാണ്. ഇത് രണ്ടും മാത്രമേ ഞാനിവിടെ ഉപയോഗിക്കുന്നുള്ളൂ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് സ്ക്രബ് ഇരിക്കേണ്ടത്. അത് നന്നായി നമ്മുടെ മുഖത്ത് തേച്ച് പിടിപ്പിക്കുക. ഫുള്ള് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മാത്രം സ്ക്രബ് ചെയ്യുക. സർക്കുലർ മോഷനിൽ മുഖം നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. കണ്ണിനടിയിലും കവിളിലും ചുണ്ടത്തും നെറ്റിയിലും നന്നായിട്ട് നമുക്ക് നമ്മുടെ ഡെഡ് സ്കിൻ റിമൂവ് ആകുന്നത് വരെയും നമുക്ക് സ്ക്രബ് തുടരാം. ഒരു 5 മിനിറ്റ്സ് മാത്രം സ്ക്രബ് ചെയ്താൽ മതി. മുഖത്തിട്ട് ഒരുപാടിട്ട് ഉരയ്ക്കണ്ട, സ്കിന്നൊക്കെ പൊട്ടിപ്പോകും. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ മുകൾ ഭാഗത്ത് ഉപയോഗിക്കരുത്. കാരണം ഉപയോഗിക്കാം, പക്ഷേ ഇത് സ്ക്രബ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ച് ടച്ച് ചെയ്ത് കൊടുക്കാം. അത് സ്ക്രബ് ചെയ്യാൻ പാടില്ല, കാരണം അവിടുത്തെ സ്കിന്നൊക്കെ ഭയങ്കര കട്ടിക്കുറവാണ്. അപ്പം അതുകൊണ്ട് കണ്ണിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും മാത്രം സ്ക്രബ് ചെയ്യാണ്ട് ഈ 2 ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കി ഫേസിലുള്ള എല്ലാ വശത്തോട്ടും നമുക്ക് സ്ക്രബിങ് തുടരാം. മെയിനായിട്ട് എനിക്ക് ചുണ്ടത്താണ്, കാരണം ചുണ്ടൊക്കെ നന്നായിട്ട് ടാൻ അടിച്ച് കരിഞ്ഞിരിക്കുകയാണ്. അപ്പം സ്ക്രബ് കഴിഞ്ഞതിന് ശേഷമുള്ള ഫേസാണിത്. നല്ല വ്യത്യാസമുണ്ട്, കാരണം ഫസ്റ്റ് യൂസിൽ തന്നെ ഇത്രയും വ്യത്യാസം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പ്രത്യേകിച്ച് എൻ്റെ ചുണ്ടത്ത് ഡെഡ് സ്കിന്നൊക്കെ മാറി, ഏകദേശം ടാനൊക്കെ മാറിയിട്ടുണ്ട്. ഈ കവിളിൻ്റെ സൈഡിലും കഴുത്തിലുമൊക്കെ നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 3ാമത്തെ സ്റ്റെപ്പ് ഫേസ് പാക്കാണ്. അതിന് വേണ്ടിയിട്ട് ബീട്രൂട്ടിൻ്റെ പ്യൂരിയും നമ്മുടെ കടലമാവും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തൊരു ക്രീം ടൈപ്പിലെടുക്കുക. എടുത്തതിന് ശേഷം മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഇത് നമുക്ക് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഇട്ടേച്ച് ഒരു 15 മിനിറ്റ് മാത്രം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. ഇതൊരു ക്രീം ടൈപ്പ് ആയതുകൊണ്ട് നമ്മുടെ ഫേസിൽ നന്നായിട്ട് പിടിച്ചിരുന്നോളും. ഇത് നമുക്ക് ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം. ഈ പാക്ക് അങ്ങനെ അപ്ലൈ ചെയ്യേണ്ട അങ്ങനെയുള്ള ഒരു സ്ഥലം ഫേസിലില്ല, എല്ലായിടത്തും. കണ്ണിനകത്ത് പോകാൻ പാടില്ല, കണ്ണിന് ചുറ്റും എല്ലായിടത്തും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? എനിക്ക് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, കാരണം ഇതെല്ലാ ഇൻഗ്രീഡിയൻറ്റും നമ്മളെ വീട്ടിലുള്ളതാണ്. ഓക്കെ, താങ്ക് യു.